ആ സ്വപ്ന പദ്ധതികൾ പൂർത്തീകരിക്കണം. ഞങ്ങൾ ഈ പുതിയ ടീമിലേക്ക് ഞങ്ങളുടെ കഴിഞ്ഞ ഭരണസമിതി സ്വപ്നങ്ങൾ പകർന്നു കൊടുക്കുകയാണ്. നല്ല ടീം ആത്മവിശ്വാസത്തിലാണ്. നമ്മുടെ ബഡ്സ് സ്കൂൾ അടക്കമുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ ഉറപ്പ് നൽകിക്കൊണ്ട് അത്തരം ആളുകളുടെ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആയുധം. ആ രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും പ്രാർത്ഥനയാണ്. അങ്ങാടിപ്പുറത്ത് UDF ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. ഏറ്റവും ജനസ്വാധീനമുള്ള, ജനങ്ങളുമായിട്ട് ഇടപഴകി ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി നിരയെ തന്നെയാണ് മത്സരിപ്പിക്കുന്നതെന്നാണ് UDFന്റെ നേതാക്കൾ നമ്മോട് നേരത്തെ പ്രതികരിച്ചിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ഭരണസമിതിയിൽ വൈസ് പ്രസിഡന്റ് ആയിരുന്ന, ഇത്തവണ മത്സരരംഗത്തേക്ക് വന്ന ഷബീർ കർമുക്കിൽ, പിന്നെ എല്ലാം പുതുമുഖങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, അവരൊക്കെ കുറെ കാലം നാടിന് വേണ്ടി സേവനം ചെയ്ത ഒരുപാട് പേര് മത്സരരംഗത്തുണ്ട്. അതുകൂടാതെ വനിതകളുണ്ട്. ഏതായാലും ഷബീറിനോട് ചോദിക്കാം, വീണ്ടും മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നു. LDF പറയുന്നത് ഞങ്ങൾ ഉറപ്പായിട്ടും ഭരണം പിടിച്ചെടുക്കുമെന്ന് പറയുന്നു. ഉറച്ച പ്രതീക്ഷയുണ്ടോ വീണ്ടും ഭരണത്തിൽ വരാൻ കഴിയുമെന്ന്? ഞങ്ങൾക്ക് ഉറച്ച പ്രതീക്ഷയാണ്. കാരണം LDF കുപ്രചരണങ്ങളാണ് നടത്തുന്നത്. ഇപ്പൊ വാർഡുകളിലെ ഒരു പ്രചരണം പോകുമ്പോ മറ്റേ സ്ത്രീകളുടെ സുരക്ഷ പെൻഷനെ പറ്റിയാണ് സംസാരം. 35 വയസ്സായ സ്ത്രീകളുടെ പെൻഷൻ, അങ്ങനെ പെൻഷൻ കൊടുക്കുന്ന പദ്ധതി സർക്കാർ ഉത്തരവായിട്ടില്ല, പ്രഖ്യാപിച്ചിട്ടുള്ളൂ. അത് ഉത്തരവായി വരണം. അത് സ്വീകരിക്കണേ പെരുമാറ്റച്ചട്ടം മാറണം. അങ്ങനെ അവർ ആളുകളെ പറ്റിക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങളാണ്. അതിൽ നമുക്ക് തടുത്ത, കാരണം അത്ര ഒരു വലിയ പ്രചരണം. അപ്പൊ എന്റെ വാർഡിലൊക്കെ പറയുന്നത് വലിയ അഴിമതി ചെയ്തു. ഞങ്ങൾ ചോദിക്കുന്നത് എന്റെ വാർഡിൽ നിന്നല്ല, ഞങ്ങൾ എവിടെയെങ്കിലും അഴിമതി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് CPM പരാതി കൊടുക്കുന്നില്ല? എന്തുകൊണ്ട് അതിനെ ഭയപ്പെടുന്നു? ഞങ്ങൾ സ്വാഗതം ചെയ്യാണ്. ഞങ്ങൾ സേത ടീച്ചറുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഒരു അഴിമതി ഇല്ലാത്ത ഭരണമാണ് കാഴ്ചവെച്ചുള്ളത്. ഞങ്ങൾക്ക് ഒരുപാട് സ്വപ്ന പദ്ധതികളുണ്ട്. ആ സ്വപ്ന പദ്ധതികൾ പൂർത്തീകരിക്കണം. ഞങ്ങൾ ഈ പുതിയ ടീമിലേക്ക് ഞങ്ങളുടെ കഴിഞ്ഞ ഭരണസമിതി സ്വപ്നങ്ങൾ പകർന്നു കൊടുക്കുകയാണ്. നല്ല ടീം ആത്മവിശ്വാസത്തിലാണ്. നമ്മുടെ ബഡ്സ് സ്കൂൾ അടക്കമുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ ഉറപ്പ് നൽകിക്കൊണ്ട് അത്തരം ആളുകളുടെ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആയുധം. ആ രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും പ്രാർത്ഥനയാണ്. അതായത് LDFിലെ നേതാക്കൾ നേരത്തെ പറഞ്ഞിരുന്നു, അതായത് സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചത്, അതിദാരിദ്ര്യമുക്ത കേരള പ്രഖ്യാപനം തുടങ്ങി സർവ സന്നാഹങ്ങളോടുകൂടിയുള്ള പ്രചരണത്തിലൂടെ ഇത്തവണ ഈ അങ്ങാടിപ്പുറത്ത് UDFനെ നിലം തൊടിയിക്കില്ല എന്ന് പറഞ്ഞ നേതാക്കൾ വരെയുണ്ട്. അപ്പൊ നിങ്ങൾ വളരെ ആത്മവിശ്വാസത്തിലാണ്. ജയിക്കാനുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്? അതില് അതിദാരിദ്ര്യ പരിപാടിയുമായി പറയാനുള്ളത്, അതൊക്കെ സർക്കാർ പ്രഖ്യാപിക്കുകയാണ്, ഒരു പേരിടും. അത് നടപ്പാക്കുന്ന തരങ്ങൾ പരിശോധിക്കണം. മാധ്യമങ്ങള്, ഇവിടുത്തെ പൊതുജനങ്ങളും അറിയണം. അത് നടപ്പാക്കുന്നതിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ചെയ്യുന്ന പഞ്ചായത്താണ്. ഇപ്പൊ ഈ പെൻഷന്റെ കാര്യം പറഞ്ഞു. ഈ പെൻഷന്റെ കാര്യം LDFന്റെ ആളുകൾ പറയുന്നത് എന്താണ്? UDF ഭരണസമിതി വന്ന് നടപ്പിലാക്കില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിർദ്ദേശിക്കുന്ന ഏത് പദ്ധതിയും, ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഏത് പദ്ധതിയും അങ്ങാടിപ്പുറം പഞ്ചായത്തിലല്ല, കേരളത്തിലുടനീളം UDF നടപ്പാക്കാൻ തയ്യാറാണ്. അത് ബാധ്യസ്ഥരാണ്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാണ് അവരുടെ ലക്ഷ്യം. അവര് LDF ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒരു പരസ്യമായിട്ടൊന്നും പറയില്ല, ഉള്ളിൽ കൂടെ ഇങ്ങനെ ജനങ്ങളെ, പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതി. ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അടിവരയിട്ട് പറയട്ടെ, അതിൽ പറഞ്ഞിട്ടുള്ള നമുക്ക് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുമതി കിട്ടിയാൽ അതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നടപ്പാക്കും എന്നതാണ്. കഴിഞ്ഞ പ്രകടന പത്രികയിലെ ഏകദേശം 95% കാര്യങ്ങളും നടപ്പാക്കി. 5% കാര്യങ്ങൾ നടപ്പാക്കാത്തത് നമുക്ക് ഉദ്യോഗസ്ഥന്മാരില്ലാത്ത പ്രയാസം ഉണ്ടായിരുന്നു, അനുമതി കിട്ടാത്ത പ്രയാസം ഉണ്ടായിരുന്നു. പിന്നെ അവര് പറയുന്നത് പഞ്ചായത്ത് പിറകിൽ നിന്നാണ്. ഇവിടെ ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് കേശവേട്ടനൊക്കെ ഭരിച്ചപ്പോൾ നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം, കേരളത്തിലെ ഏറ്റവും പിറകിൽ നിന്നു. അതിൽ നിന്നൊക്കെ ഞങ്ങൾ മാറ്റി മുന്നോട്ട് വന്നു. ഇവിടെ ഒരു ഉദ്യോഗസ്ഥന്മാരെ സ്ഥിരം തരുന്നില്ല. ഞങ്ങൾ തീർച്ചയായും വരുന്നു. അങ്ങാടിപ്പുറം പഞ്ചായത്ത് നമ്മുടെ സംസ്ഥാന തലത്തിൽ UDF വന്നാൽ കേരളത്തിലെ ഏറ്റവും നമ്പർ 1 പഞ്ചായത്താക്കി ഞങ്ങൾ മാറ്റും. വലിയ ആത്മവിശ്വാസമാണല്ലോ. നേരത്തെ CPMന്റെ നേതാക്കൾ പറഞ്ഞത് അങ്ങാടിപ്പുറം പഞ്ചായത്ത് മികവിന്റെ കാര്യത്തിൽ വളരെ പിന്നേക്കം പോയി എന്ന് പറഞ്ഞു. അതിനുള്ള ഉത്തരം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ സ്ഥാനാർത്ഥികളെയൊക്കെ കുറിച്ച്, അതായത് ഏറ്റവും മികച്ച ജനസേവകരായ വനിതകളായാലും യുവാക്കളായാലും എല്ലാവർക്കും പ്രാധാന്യം കൊടുത്തു. ഒരുപക്ഷെ മുന്നിൽ നിന്ന് നയിക്കാൻ തന്നെ ഷബീർ കർമുക്കിൽ മത്സരിക്കുന്നതോടൊപ്പം മറ്റുള്ളവരെ മത്സരിപ്പിച്ച് ജയിപ്പിക്കാനും കൂടിയാണ് ഷബീർ കർമുക്കിൽ ഈ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് എല്ലാവരും പറയുന്നുണ്ട്. ഒരുപക്ഷെ ഈ കൂട്ടായ്മ, VD സതീശൻ പറഞ്ഞ പോലെ ടീം UDF, ആ കൂട്ടായ്മ നിങ്ങൾക്ക് ഉറച്ച പ്രതീക്ഷയോടുകൂടി വീണ്ടും ഭരണത്തിലേറി ഇവിടേക്ക് വരാൻ കഴിയുമെന്ന പ്രതീക്ഷയായി മാറുമോ? ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഭരിച്ചത് സേത ടീച്ചർ നേതൃത്വം നൽകി, ഞാനടക്കമുള്ള ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന ആളുകൾ, വൈസ് പ്രസിഡന്റ്. പക്ഷെ അന്ന് ഞങ്ങളൊരു ടീമായിട്ടാണ് ഇത് ഭരിച്ചത്. നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം. ഞങ്ങളുടെ മെമ്പർമാരല്ലാത്ത ഞങ്ങളുടെ പാർട്ടി ലീഡർഷിപ്പ്, ഞങ്ങളുടെ മുന്നണി ലീഡർഷിപ്പ് ഒക്കെ
ഒരു കൂട്ടായ്മയായിട്ട് ഒരു പദ്ധതികൾ, ഞങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാരിലൂടെ, ഞങ്ങളുടെ പ്രവർത്തകരിലൂടെ ജനങ്ങൾ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ട് നല്ലൊരു ടീമായിട്ടാണ് ഞങ്ങൾ ഇതുവരെ ഭരിച്ചത്. തുടർന്ന് വൺ ടീമാണ്. നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം, പല കഴിവുകളും പല രംഗത്തും, മത്സര രംഗത്ത് പുതിയ ആളുകൾ ആണെങ്കിൽ പോലും പല രംഗത്തും സ്വാധീനമുള്ള ജനങ്ങളിടയിൽ ഉള്ള ആളുകളാണ് പുതിയ ടീമിലുള്ളത്. ആ പഴയ ടീമും പുതിയ ടീമും ഞങ്ങളുടെ നേതൃത്വവും ഒരുമിച്ച് നിന്ന് അങ്ങാടിപ്പുറത്ത് വീണ്ടും UDF വരും. അപ്പൊ അങ്ങാടിപ്പുറം മത്സരരംഗത്തേക്ക് ആദ്യമാണ് വരുന്നത്. ഇത്തവണ ആ 14ാം വാർഡ് 14ാം വാർഡ് വിജയിച്ച് ഈ ഭരണസമിതിയുടെ കൂട്ടത്തിലേക്ക് വരാൻ പറ്റുമെന്ന് കുറച്ച് പ്രതീക്ഷയുണ്ടോ? അതെ, നല്ല പ്രതീക്ഷയുണ്ട്. എന്റെ പേര് സിബി എന്നാണ് പേര്. ഞാൻ ആനമങ്ങാട് സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ പഞ്ചായത്തിലെ തന്നെ അറിയാലോ, ഈ പഞ്ചായത്തിലുള്ള ആളുകൾക്കാണ് പഞ്ചായത്ത് നമ്മൾ വാർഡ് മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മത്സരിക്കാൻ പറ്റുക. അത് നമുക്ക് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്റെ വാർഡിൽ ഒരു കുപ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നത്, ഞാൻ പുറമേയുള്ള ആളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു കുപ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇവിടെ എത്തില്ല എന്നുള്ളത് അത് തെറ്റായ ധാരണയാണ്. ഞാൻ രാവിലെയും അതേപോലെ വൈകുന്നേരങ്ങളും സ്ഥിരമായിട്ട് ഇവിടെ പൊതുപ്രവർത്തന രംഗത്തുള്ള ഒരാൾ തന്നെയാണ്. ഈ നിങ്ങൾ പ്രചരണത്തിനൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോ ജനങ്ങളുടെ പ്രതികരണം എന്താണ്? ജനങ്ങളുടെ പ്രതികരണം ഇതേപോലെ ഫസ്റ്റ് ഏറ്റവും നല്ല പ്രതികരണമാണ് തന്നിട്ടുള്ളത്. കുറെ കാലമായിട്ട് അവിടെ യാതൊരു വികസന പ്രവർത്തനങ്ങളും കൂടുതലായിട്ട് വരാത്ത ഒരു വാർഡാണ് ആ വാർഡ്. സത്യമായി നമുക്ക് കണക്കെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, CPM ഭരിച്ചിരുന്ന വാർഡിൽ പോലും കൃത്യമായിട്ടുള്ള എല്ലാ വികസനങ്ങളും അവർ ചോദിച്ചത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ 14ാം വാർഡിൽ അത്തരത്തിലുള്ള ഒരു വികസന പ്രവർത്തനങ്ങൾ കാര്യമായിട്ട് വന്നിട്ടില്ല. 3 കോളനികളുള്ള ഒരു ഏരിയയാണ്. ആ ഏരിയകളിൽ നിന്നും ഒരു തരത്തിലുള്ള വികസനങ്ങൾ നമുക്ക് അവിടെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ വളരെയധികം ദുഃഖം തോന്നും. യാതൊരു വികസന പ്രവർത്തനങ്ങളും അവിടെ എത്തിയിട്ടില്ല. ആ കോളനികള്, അതേപോലെ അവിടെ ഒരു ഗ്രൗണ്ട്, കുട്ടികൾക്ക് ഒരു ഗ്രൗണ്ട്, അതേപോലെ വീടുകള്, പല വീടുകളും ഇപ്പോഴും ഇടിഞ്ഞു പൊളിയാറായ ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. വളരെ ടീച്ചറ് അവിടെ വാർഡ് മെമ്പറായി കഴിഞ്ഞാൽ ആ നാട്ടുകാർക്ക് ഈ പറഞ്ഞ കോളനികളെല്ലാം നവീകരിച്ച് ഒരു മികച്ച രീതിയിലുള്ള ജനങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം, അതായത് അവർ ആഗ്രഹിക്കുന്നത് കൊടുക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് നമ്മള് ഒരു ജനപ്രതിനിധി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ ഒതുങ്ങി നിൽക്കുകയല്ല. നമുക്ക് മുകളിൽ പോയി, അതായത് MP ഫണ്ട്, MLA ഫണ്ട്, ഇത്തരത്തിലുള്ള ഫണ്ടുകളൊക്കെ നമുക്ക് വാങ്ങിക്കൊണ്ടുവരാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടായിരിക്കണം. അത്തരത്തിൽ എനിക്ക് അവിടെ ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ഉത്തമ വിശ്വാസം എനിക്കുണ്ട്, ആത്മവിശ്വാസം ഉണ്ട്. ഞാൻ പറയുന്നതിൽ ഒരു കാര്യമുണ്ട്, ചെയ്യാൻ ശ്രമിക്കും ചെയ്യും എന്നുള്ള 2 തരത്തിലുള്ള ഒരു വാക്ക് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നല്ല, ചെയ്യും എന്ന് തന്നെയാണ്. അങ്ങനെ ഒരു ഇതിൽ വന്നിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ മുകളിൽ പോയി അടി കൂടിയിട്ടാണെന്നുണ്ടെങ്കിലും ഞാൻ വാങ്ങിക്കൊണ്ടിരിക്കും. അതെ, അത്തരത്തിലുള്ള ഒരു ഫണ്ടും അവിടെ ഇതുവരെ നടന്നിട്ടില്ല. DCC എക്സിക്യൂട്ടീവ് മെമ്പർ അനീഷിന്റെ വൈഫ് മാത്രമല്ല, അവര് ടീച്ചറാണ്. മാത്രമല്ല സിബി ടീച്ചർ നാട്ടിലെല്ലാവർക്കും അറിയാം. പ്രചാരണങ്ങൾ, ആരോപണങ്ങൾ അത് എല്ലായിടത്തും അങ്ങോട്ടൊക്കെ ഉണ്ടാകും. അപ്പൊ ജനങ്ങൾ നിങ്ങളെ സ്വീകരിക്കാൻ തയ്യാറായി, നിങ്ങളെ വിജയിപ്പിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അതായത് ജനങ്ങൾക്ക് വിടാം, നിങ്ങളുടെ പ്രവർത്തന മികവിനെ അംഗീകരിക്കും. നേരത്തെ മത്സരിച്ചിട്ട് വീണ്ടും മത്സരരംഗത്തേക്ക് വരുന്ന ആളുകളൊക്കെ ഉണ്ട്. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച് 2ാമത് മത്സരരംഗത്തുള്ള ഒരു ആളെ നമുക്കൊന്ന് പരിചയപ്പെടാം. കഴിഞ്ഞ പ്രാവശ്യം 5 വർഷം കൊണ്ട് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. ഇനിയിപ്പോ തുടർന്ന് വീണ്ടും വരുന്നത് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചാണോ? അതെ, ഒട്ടേറെ കാര്യങ്ങൾ ഉദ്ദേശിച്ചാണ് ചെയ്യുന്നത്. ഞങ്ങള് പിന്നെ കേശവേട്ടന്റെ ഭരണസമിതിയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അന്ന് നമ്മളെ പഞ്ചായത്ത് ഏറ്റവും പുറകിലാണ് എന്നാ പറഞ്ഞത്. ഇപ്രാവശ്യം നമ്മൾ 1ാം നമ്പറായിട്ട് നമ്മളെ പഞ്ചായത്ത് നിലനിൽക്കണം എന്നാണ് എന്റെ ആഗ്രഹം. ഏതായാലും ജയിച്ചു വരാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവരും വലിയ പ്രതീക്ഷയിലാണ്. ഇത് ഏഴാം വാർഡ് സ്ഥാനാർത്ഥിയാണ്. എന്താ പേര്? ശ്രീയ. ജനങ്ങളുടെ അടുത്ത് ആദ്യം ഒരു പ്രചരണത്തിന് പോയല്ലോ, അപ്പോ ജനങ്ങൾ എങ്ങനെയാണ് നിങ്ങളോട് പ്രതികരിച്ചത്? 7ാം വാർഡിനെ UDFന്റെ ഒപ്പം നിങ്ങളെന്നുള്ള അഭിപ്രായമാണ്. 7ാം വാർഡ് നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും എന്നാണ് എന്റെ ആത്മവിശ്വാസം. ജനങ്ങളും കൂടി തീരുമാനിക്കേണ്ടി വരും. ജനങ്ങൾ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയും ആത്മവിശ്വാസം എനിക്കുണ്ടല്ലേ. ഇനി അടുത്ത ആള് ഏത് വാർഡിലാണ് മത്സരിക്കണേ? 10ാം വാർഡിൽ. എന്താ പേര്? സുജിത. 10ാം വാർഡ് നമ്മുടെ ഇവിടെ പാലമൊക്കെ കഴിഞ്ഞിട്ട് അവിടെ അല്ലേ? അപ്പൊ അവിടെ വിജയിച്ച് ഈ UDF അധികാരത്തിൽ എത്തുമെന്ന് അവര് പറയുന്നു. ആ കൂട്ടത്തിലേക്ക് വിജയിച്ചു വരാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. അല്ല, UDFന്റെ ഈ ഐക്യം എന്ന് പറഞ്ഞാല് അത് വിജയത്തിന് നിങ്ങൾക്ക് പ്രധാന ഘടകമായേക്കാം. നിങ്ങളുടെ ആത്മവിശ്വാസമാണ്. നിങ്ങൾ പ്രചരണത്തിന് ഇറങ്ങിയപ്പോ, ആദ്യഘട്ട പ്രചരണത്തിന് ഇറങ്ങിയപ്പോ ജനങ്ങളുടെ പ്രതികരണം എന്താണ്? നല്ല പോസിറ്റീവായിട്ടായിരുന്നു.
കുറെ ആളുകൾക്ക് ഇപ്പം വീടിന്റെ കാര്യത്തിലാണ് ഭയങ്കര വിഷമം തോന്നിയത്. 10ാം വാർഡിൽ നടന്നു പോയപ്പോ ഇതുപോലെ ഒരുപാട് വീടുകൾ കണ്ടു. അതിൽ ചാക്കിട്ട് മറിച്ചിട്ടൊക്കെ 1-2 വീടുകൾ കാണാനാണ് ഭയങ്കര വിഷമമായി. അപ്പൊ ജയിച്ചിട്ട് അവർക്കൊക്കെ വീടുകളൊക്കെ പണിത് നല്ലൊരു വീടൊക്കെ ഉണ്ടാക്കി കൊടുക്കണം, അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടല്ലേ? വീട് സ്ഥലം അതില്ലാത്തവർക്ക് നേടിക്കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോ ഒരു താമസിക്കാൻ ഇടമില്ലാത്ത ആളുകളെ ചേർത്ത് പിടിക്കാനുള്ള ആ വലിയ മനസ്സ് ഏതായാലും വോട്ടർമാര് കാണുകയാണെങ്കിൽ ഒരുപക്ഷെ അവർ തീരുമാനിക്കും ഞങ്ങൾക്ക് പറ്റിയ ഒരു സ്ഥാനാർത്ഥിയാണെന്ന്, ജനപ്രതിനിധിയാവുന്നു. നിങ്ങൾ മത്സര രംഗത്തുണ്ടല്ലേ? ഏത് 24 വാർഡിലെ സ്ഥാനാർത്ഥിയാണ്. ഏതായാലും ഈ പ്രചരണ രംഗത്ത് ഇപ്പോ ഒന്ന് മുന്നേറി കഴിഞ്ഞു. ഇപ്പൊ ഏകദേശം വിജയിക്കാമെന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയോ? നമ്മളെ വാർഡിൽ ഇപ്പൊ നമ്മൾ 1ാം റൗണ്ട് പൂർത്തിയാക്കി. അത് നമുക്ക് ജനങ്ങളിൽ നിന്ന് കിട്ടിയ നല്ല ആത്മവിശ്വാസം തന്നെയാണ്. കാരണം എന്താ വെച്ചാല് നമ്മളെ ഈ ഒരു കഴിഞ്ഞ ഈ വരുന്ന 5 വർഷക്കാലത്തിന് നമ്മൾ നല്ല വികസനം തന്നെ നമ്മളെ വാർഡിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. 40 വർഷത്തോളം നമ്മളെ വാർഡില് ഒരു വികസനം ഇല്ലാതെ നടന്നിരുന്ന വാർഡാണ്. അതിപ്പോ ഈ ഒരു 5 വർഷത്തില് നല്ല മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ആത്മവിശ്വാസമുണ്ട്. പിന്നെ നമുക്ക് ജനങ്ങളിൽ നിന്നും നല്ല പ്രതികരണം തന്നെയാണ് ലഭിക്കുന്നത്. ഉറപ്പാണ്. ഇത് ഏത് വാർഡിലാണ്? 22. എന്താ പേര്? ഷംസിയാസ്. അതായത് ആദ്യഘട്ട പ്രചരണത്തിനൊക്കെ ഇറങ്ങിയിട്ടാണ് ഇപ്പൊ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വന്നത്. ജനങ്ങൾ എന്താ പറയുന്നത്? ജനങ്ങൾ നല്ല സപ്പോർട്ട് തന്നെയാണ്. ഒരു റൗണ്ട് പൂർത്തീകരിച്ചു. ആ പൂർത്തീകരിച്ച റൗണ്ടില് നല്ല സപ്പോർട്ട് ഉണ്ട്. കഴിഞ്ഞ 40 വർഷത്തിന് ശേഷം വാർഡിൽ ഒരു വികസനം ഇല്ലാത്തൊരു വാർഡായിരുന്നു. അത് ഈ വരുന്ന 5 വർഷം കൊണ്ട് നല്ലൊരു വികസനം, അത് പറഞ്ഞാൽ തീരാത്തൊരു വികസനം ആയിപ്പോയി. അതിന്റെ ആളുകളുടെ പ്രതികരണം നമുക്ക് ചെല്ലുമ്പോൾ നല്ല സപ്പോർട്ടായിട്ടുണ്ട്. 6ാം വാർഡിലിപ്പോ LDFന്റെ സ്ഥാനാർത്ഥി അത് തന്നെ. അപ്പൊ ആ വാർഡില് മത്സരം ഒന്ന് കടുത്തു പോരുമല്ലോ. അപ്പൊ എങ്ങനെ അവിടെ വിജയിക്കാൻ പറ്റുമോ? വിജയിക്കാൻ തീർച്ചയായിട്ടും. ജനങ്ങളുടെ ഒക്കെ പ്രതികരണം എന്താണ്? നിങ്ങൾ എന്തായാലും കഴിഞ്ഞ 10 വർഷമായിട്ട് അവിടെ ഒരു മെമ്പർ ഇല്ല എന്നൊരു ബുദ്ധിമുട്ട് അവിടെയാണ്. ജനങ്ങളെ കാര്യങ്ങളിലും ഇടപെടാതെ ഒരു മെമ്പറുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിട്ടില്ല. ആ ഒരു പ്രശ്നമുണ്ടെന്നാണ് പറയുന്നത്. അത് നമ്മൾ തീർച്ചയായിട്ടും അത് പരിഹരിക്കുക തന്നെ. മത്സരിക്കുന്നത് പേര് അപ്പൊ ഇത്തവണ മത്സര രംഗത്ത് ഏറ്റവും നല്ല തടക്കവും പഴക്കവും നല്ല പ്രവർത്തനപര പരിചയമൊക്കെ ഉള്ളവരെയാണ് UDF ഇറക്കിയെന്നാണ് നേതാക്കൾ പറഞ്ഞത്. അപ്പൊ ആ വാർഡിലേക്ക് വിജയിച്ച് ഈ ഷബീർ കർമ്മക്കിൽ പറഞ്ഞ പോലെ 100% അധികാര കസേരയിലേക്കായിരിക്കും ഞങ്ങൾ വരുന്നതെന്ന് പറഞ്ഞു. ആ കൂട്ടത്തിൽ നിങ്ങളുണ്ടാവും? തീർച്ചയായിട്ടും ഉണ്ടാവും. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും ശക്തമായിട്ടുള്ള വാർഡാണ് തിരുവക്കാട് 6 വാർഡ്. തീർച്ചയായും ഐക്യജനാധിപത്യ മുന്നണിയുടെ സാരഥി വിജയിച്ചു കാണും. നമ്പറായിട്ട് വികസനത്തിന് ആ വാർഡിന് കൂടെ ഉണ്ടാവും. ഏതായാലും UDFന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണമാണ് ഇപ്പോൾ അങ്ങാടിപ്പുറത്ത് നടന്നു വരുന്നത്. കുറച്ച് കഴിയുമ്പോഴേക്കും നാമനിർദ്ദേശ പത്രിക കഴിഞ്ഞാൽ പിന്നെ പ്രചരണ ചൂടിലേക്ക് ഇറങ്ങാനുള്ള തീരുമാനത്തിലാണ് അവർ. ഇവിടെ UDF ഒറ്റക്കെട്ടായി ഐക്യത്തോടു കൂടിയാണ് പ്രചരണത്തിന് ഇറങ്ങുക എന്ന് കൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. പ്രചരണ രംഗത്ത് സജീവമാവുമ്പോഴും ജനങ്ങൾ ഉദ്ദേശിക്കുന്ന അവർ ആഗ്രഹിക്കുന്ന വികസനങ്ങളൊക്കെ കൊടുക്കാൻ കഴിയുമെന്ന് ഉറച്ച പ്രതീക്ഷ അവർക്ക് കൊടുക്കുകയും നേരത്തെ 5 വർഷം നടത്തിയ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ജനങ്ങളെ ബോധിപ്പിക്കുകയും ചെയ്ത് അധികാരത്തിലെത്താൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയാണ് UDFന്റെ നേതാക്കൾ. നേരത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഷബീർ കറുമുക്കിൽ ഉൾപ്പെടെ മത്സര രംഗത്തുണ്ട് പറയുന്നത്. ഇനി പ്രതീക്ഷിക്കാൻ എല്ലാവർക്കും, ആഗ്രഹിക്കാം എല്ലാവർക്കും, തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. ജനം തീരുമാനിക്കും ആരെ വാഴിക്കണം ആരെ വാഴിക്കണ്ടെന്ന്. അപ്പോ ആരെ വാഴിക്കണമെന്നുള്ള കാര്യം ജനത്തിന് വിടാം, ജനം തീരുമാനിക്കട്ടെ. ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബാർ വേണ, ചാനൽ 10 പെരിന്തൽമണ്ണ. Years of sparkling legacy. Popular Gold and Diamonds, Perindalmanna.